ഓരോ ദിവസവും ഈ വീഡിയോ എടുത്ത് നോക്കും. വോയിസ് ഓവർ ചെയ്യാൻ നോക്കുമ്പോൾ ഛർദ്ദിക്കാനും വരും. കാരണം പ്രഗ്നൻസി ടൈമിലുള്ള എന്ത് സംഭവം കണ്ടാലും എനിക്ക് ഛർദ്ദിക്കാൻ വരും. പ്രഗ്നൻസി ടൈമിൽ വോമിറ്റിങ്ങുള്ള മെജോറിറ്റി ആളുകൾക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അന്ന് നമുക്കിഷ്ടമല്ലാത്ത സാധനങ്ങൾ ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോഴും വോമിറ്റിംഗ് ടെൻഡൻസി വരും. അതുപോലെയാണ് എനിക്ക് ചില കാര്യങ്ങൾ അതേപോലെ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാൻ ഇത്രയും ലേറ്റായത്. പക്ഷേ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് വിഷമവും. കഷ്ടപ്പെട്ടെടുത്തതല്ലേ. ബൈ ദ വേ, ഇത് നമ്മളുടെ വളകാപ്പിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ വീടൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ ഇൻവൈറ്റ് ചെയ്തവർക്കൊക്കെ ചെറുതായിട്ട് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ വളകാപ്പിൽ എന്തൊക്കെയാണ് ചെയ്യാമെന്ന്, എന്തൊക്കെ ചടങ്ങുകളാണ് ഉള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഓരോ വീഡിയോസ് കാണുമ്പോഴും ഓരോ തരത്തിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എൻ്റെ ഫാമിലിയിലാണെങ്കിൽ ആദ്യമായിട്ട് വളകാപ്പ് എൻ്റേതാണ് നടത്തുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു തമിഴ് ഫ്രണ്ടിനോട് ചോദിച്ചപ്പോഴാണ് കുറേ അധികം ചടങ്ങുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. പക്ഷെ നമ്മളെ ആഗ്രഹത്തിന് നമ്മൾ ചെറുതായിട്ട് നടത്തി. എൻ്റെ ഐഡിയ ആണെങ്കിലും ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അന്ന്. അപ്പോൾ എനിക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് പാപ്പൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു പൗച്ചിൽ ഒരു താങ്ക് യു കാർഡും 2-3 ചോക്ലേറ്റ്സും പിന്നെ 3 ബാംഗിൾസായിട്ട് കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റിട്ടേൺ ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചു. അവരും കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ വേഗം ചെയ്ത് തീർത്തത്. പിന്നെ ഞങ്ങൾ ചോറുണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അടുത്ത പരിപാടി മെഹന്തി ഇടലാണ്. ചെറുതായിട്ടൊരു ഡിസൈൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകിട്ടായപ്പോൾ ആൻറ്റിയും കുട്ടികളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കുക പനീർ ബിരിയാണി. എനിക്ക് ഈ ടൈമിലൊന്നും ചിക്കനെന്നൊക്കെ ആലോചിച്ചാൽ ഞാൻ തലറങ്ങി വീഴും. അങ്ങനെയായിരുന്നു. ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടുകൊണ്ട് കയ്യോടെ വാരിത്തരാൻ പറഞ്ഞു. വന്നവരെ വെറുതെ നിർത്താൻ പറ്റില്ലല്ലോ, അങ്ങനെയാണ് പ്രമാണം. അപ്പം ഞാൻ ചെറുതായിട്ട് അവർക്കൊരു പണി കൊടുത്തിട്ടോ. ഇതൊക്കെ സ്റ്റേജിൽ ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ വേണ്ടിയിട്ട് വാഴ റൗണ്ടായിട്ട് കട്ട് ചെയ്യാൻ. ഇതൊക്കെ എൻ്റെ ഐഡിയ ആയിപ്പോയി. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യാനും വയ്യ. ഇവരൊക്കെ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹെൽപ്പ് ചെയ്തതിൻ്റെ പകരമായിട്ട് ഞാൻ ബ്രോസ്റ്റൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏട്ടനെയും കൂടെ വിളിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഐഡിയകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ. ബാക്കി സാധനങ്ങളും നമ്മൾ ഇലയൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഒക്കെ വേഗം ചെയ്തു. സ്റ്റേജിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെണ്ടുമല്ലിപ്പൂക്കൾ മേടിച്ചത്. അത് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാല പോലെ കിട്ടി. പിന്നെ ലാസ്റ്റായിട്ട് ഇത് നമ്മൾ പ്ലേറ്റിൽ വരച്ചതാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കാർപ്പറ്റ് ഇട്ടു, ടീപ്പോയ് വെച്ചു. ഇനി ബാക്കി പരിപാടികൾ നാളെ രാവിലെ. അപ്പോൾ ഞങ്ങൾക്ക് പറ്റണ പോലെ ചെറുതായിട്ടൊന്ന് സ്റ്റേജ് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.